ജാവാസ്ക്രിപ്റ്റിൽ ഒരു സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് വൺസ് നമ്മൾ സ്ട്രിങ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഈ സ്ട്രിങ്ങിനെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്താലും നമ്മൾ എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ കോഡ് മലയാളം തന്നെ പ്രിന്റ് ചെയ്യും. ബി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലൈസ് ചെയ്തിട്ടുള്ള ബാക്കിയെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. സോ അതിന് കാരണം ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള അതിന്റെ റെഫറൻസ് മാത്രമാണ് ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് വരുന്നത്. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യുന്ന സമയത്ത് അവൻ പുതിയ ഒരു സ്ട്രിങ് ഉണ്ടാക്കിയ ശേഷമാണ് അവൻ ബിയിലോട്ട് മാറ്റുന്നത്. അല്ലാണ്ട് ഒറിജിനൽ സ്ട്രിങ്ങിനെ ഒരിക്കലും മാറ്റത്തില്ല. സോ നേരെ മറിച്ച് അറേയിൽ അങ്ങനെയല്ല. ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് 2 വാല്യൂ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു വാല്യൂ നമുക്ക് എടുത്തു കളഞ്ഞാൽ ആ അറേ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കിയുള്ളതേ ഉണ്ടാവത്തുള്ളൂ. കാരണം അറേ മ്യൂട്ടബിൾ ആണ്, സ്ട്രിങ് മ്യൂട്ടബിൾ അല്ല. സ്ട്രിങ് മാത്രമല്ല, ജാവാസ്ക്രിപ്റ്റിലെ എല്ലാ പ്രിമിറ്റീവ്സും ഇമ്മ്യൂട്ടബിൾ ആണ്. ബാക്കിയുള്ള വാല്യൂസ്, അതായത് അറേ, ഒബ്ജക്റ്റ് തുടങ്ങിയവ എല്ലാം മ്യൂട്ടബിൾ ആണ്. കൂടുതൽ വീഡിയോസിന് കോഡ് മലയാളം പ്ലേലിസ്റ്റ് തീർച്ചയായും കാണുക.